ഡേയ്, നീ ഇപ്പൊ എപ്പോ നോക്കിയാൽ ഈ പാറപ്പുറത്താണല്ലേ? ഇങ്ങനെ ഇരുന്ന് എവിടെ ഇരുന്ന് ഉറച്ചു പോകൂടാ? ഉറച്ച് കല്ലാവട്ടളിയാ, ആർക്കും ഒരു ശല്യാവൂലല്ലേ. അങ്ങനെയാണെങ്കിൽ നീ പിൽക്കാലത്ത് പാറപ്പുറത്ത് ബാലുസ്വാമികൾ എന്ന നാമധേയത്തിൽ അറിയപ്പെടും. ബാലുസ്വാമി ഊട്ടി ടൂറിന്റെ ഹാങ് ഓവർ ഇതുവരെ മാറിയില്ലേടേ? എന്താ പൊന്നളിയാ, അതൊക്കെ ഒന്ന് കെട്ടടങ്ങി പറഞ്ഞേ ഉള്ളൂ. ഓ അടങ്ങി നീ ഒരു പരുവായല്ല. ഡേയ്, ഈ ഭാര്യമാരെന്ന് പറയണതേ ഭർത്താക്കന്മാർക്ക് എന്നും ഒരു സ്വൈരക്കേടാണ്. ആദ്യകാലം മുതലേ അങ്ങനെയല്ല അളിയാ. ആദ്യകാലോ? ആദം ഔവ ഒരു കണക്കും ആക്കിയ അളിയാ, നിന്റെ കാര്യമാണ് സുഖം. അടുത്തില്ലെങ്കിൽ എന്ത്? ഇപ്പൊ തന്നെ രാവിലെ 1 മണിക്കൂർ വിളിച്ച് എനിക്ക് തലപ്രാന്തെടുത്ത് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. അവള് മുടിഞ്ഞ ഫോൺ വിളിയാടായി. ഫോൺ വിളിയാ? ഇപ്പൊ മറ്റേ നെറ്റും ചാറ്റിങ്ങും ഒക്കെ അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ എല്ലാം ഫിറ്റ് ചെയ്തിട്ടാണ് പോയത്. വീട്ടിലെല്ലായിടത്തും ക്യാമറ വെച്ചിട്ടുണ്ട് എന്റെ മൂവ്മെന്റ്സ് അറിയാൻ വേണ്ടിട്ട്. കക്കൂസിലൂടെ കൊണ്ടുവയ്ക്കാൻ പറയാത്തത്. ഈ ഭാര്യമാരെ കൺട്രോൾ ചെയ്യാൻ ഒരു വഴിയില്ലേടേ? ഒരു വഴിയില്ലളിയാ. കാലാകാലങ്ങളായിട്ട് മനുഷ്യ അതിനെപ്പറ്റി ഗവേഷണം നടത്തുകയാണ്, ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. കൺട്രോള് കടിഞ്ഞാണ്, അത് എപ്പോഴും നമ്മളെ കയ്യിലായിരിക്കണം. അത് അവരുടെ കയ്യിലാണ്. അതാണ് പ്രശ്നം. ഞാൻ തന്നെ പലപ്പോഴും വീഡിയോ ചാറ്റിങ്ങിന് ചെന്നിരിക്കുമ്പം എവളെ 10 പറയണമെന്ന് വിചാരിച്ചാണ് ചെല്ലണത്. ചെന്ന് ഫ്രണ്ടിൽ ഇരുന്ന് എവള് വന്ന് അതിന്റെ മുമ്പിൽ ഇരിക്കുമ്പോ ഉണ്ടല്ലോ, എന്തരോം തടാ, കയ്യും കാലം ഒരു വല്ലാത്ത വിറയലും ഒരു പേടിയും എന്തോ ചോർന്നു പോകും പോലെ. തന്നെ എനിക്കും അതുപോലെ തന്നെ. ഞാനും വിചാരിച്ചു അവള് വൈകുന്നേരം വരുമ്പം 2 കൊടുക്കണമെന്ന്. അളിയാ, ഗേറ്റിന്റെ അവിടെ തല കണ്ടാൽ മതിയടാ, നീ പറഞ്ഞ പോലെ ചോർന്നു പോടാ, ധൈര്യമൊക്കെ അങ്ങ് ചോർന്നു പോയി ഒരുമാതിരി വല്ലാത്തൊരു ക്ണാപ്പനായിട്ട് മാറും നമ്മള്. എന്താ അങ്ങനെ? ക്ണാപ്പനാവട്ടെ, പക്ഷെ ഞാൻ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുകയല്ലേ. ഞാനും ഉറപ്പിച്ചു വെച്ചേക്കാനടാ. ഞാൻ ഓങ്ങി വെച്ചിരിക്കുക. ഞാനും ഓങ്ങി വെച്ചേക്കാനടാ. സമയാവട്ടെ. ഇപ്പൊ സമയം എത്രയായി? 10:30. അവളിപ്പോ വീഡിയോ ചാറ്റിന് വരും, ഞാൻ പോണേ. എടാ, എന്തിനടാ ഇങ്ങനെ പെണ്ടാട്ടിയെ പാടിക്കണത്? കഷ്ടം തന്നെടാ. പോടാ. വാടാ. ബാലു, നീലു, നീ എവിടെ? ഞാൻ പുറകിലെ, ഇങ്ങോട്ട് വാ. എവിടെയാണ്? പുറകില്. എന്ത്? ഇങ്ങോട്ട് വന്നേ. ഈ തുണിയൊക്കെ നിർത്തി അങ്ങോട്ട് വിരിച്ചേക്ക്. കൈക്ക് ഭയങ്കര വേദന അലക്കി കഴിഞ്ഞപ്പോഴേ. ഞാനാ? പിന്നല്ലാണ്ട് ഞാനാ. നന്നായിട്ട് വിരിക്കണം കേട്ടോ, ചുരുട്ടിക്കുട്ടിയൊന്നും ഇടരുത്. നല്ല വൃത്തിയായിട്ട് വീതിക്ക് വിരിച്ചിടണം. പിന്നെ അതുപോലെ ആ അഴ ഉണ്ടോ, ആ അഴയിലേക്ക് മാറ്റിയിടണം. ഉച്ചയാകുമ്പോൾ അങ്ങോട്ടായിരിക്കും വെയില്. നോക്കിക്കൊണ്ടിരിക്കണ എന്താ? പുറത്ത് ഗാരറ്റിന്റെ അവിടെ ഒരു ബൾബ് ഫ്യൂസ് ആയത് മാറ്റിടാറുണ്ട്. എന്റെ അമ്മോ, ആ ബൾബ് മര്യാദക്ക് കത്തനുണ്ട്. അത് നശിപ്പിക്കല്ലേ ഈ കൈ കൊണ്ട് വെച്ചിട്ട്. തുണി വിരിച്ചിടാൻ നോക്ക്. എന്തിനാ അവരെ വിളിക്കണേ? മക്കളെടാ, എന്താ മോളെ മോനെടാ, ഈ തുണിയൊന്ന് വിരിച്ചിടാ. ഞാനകത്ത് ഡാൻസ് കമ്പോസ് ചെയ്തോണ്ടിരിക്കുക. അച്ഛൻ തന്നെ എടുത്ത് വിരി. അല്ല പ്രഭുദേവ, മക്കളെ വാടി. എങ്ങനെ ഇതുണ്ട്? കൈയൊക്കെ മുറിഞ്ഞിരിക്കുക, എന്നെ കൊണ്ട് വെച്ചിട്ടില്ല. നീറും കൈ. ചോറുണ്ണാൻ കൈയാവോ? ഇല്ല, സ്പൂണും കൊണ്ട് വെച്ചോളാം. എടാ, ഈ തുണി ഒന്ന് വിരിച്ചിടാ. അയ്യേ, നാണില്ലല്ലോ നിങ്ങക്ക് ഇത്രയും ചെറിയ പിള്ളേരെടുത്ത് ആ തുണി എടുത്ത് വിരിച്ചെടുക്കാൻ. മനഃപൂർവ്വം നീ എന്നെ കൊണ്ട് ജയിക്കാണ്. നിനക്ക് ആ ഫോട്ടോ ഇല്ലേ പൂർണിമേരെ, അത് നിന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. മിണ്ടാതിരുന്നോ? വീണ്ടും എന്നെ ഓർപ്പിച്ചിട്ട് എന്റെ സ്വഭാവം മാറ്റാൻ നിൽക്കണട്ടോ. അച്ഛാ, അമ്മയുടെ സ്വഭാവം മാറ്റാതെ മര്യാദക്ക് ഇതെല്ലാം എടുത്ത് വിരിച്ചേ. പോടാ. ഞങ്ങളവിടെ മര്യാദക്ക് ഇരുന്ന് പഠിക്കായിരുന്നു. അപ്പൊ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, ഇപ്പൊ പറഞ്ഞു പോവാൻ. അതെ, ഞാൻ തന്തയോടും തള്ളയോടും ഒരു കാര്യം പറഞ്ഞേക്കാം. മേലെ ഇങ്ങനത്തെ കച്ചറത്തരം കാണിച്ചാ ഞാൻ രണ്ടിനെയും പിടിച്ച് വല്ല വൃദ്ധസദനത്തിനും കൊണ്ടു തള്ളും. പറഞ്ഞേക്കാം. വാ. സന്തോഷായല്ലോ അതിനെ കൊണ്ട് പറയിപ്പിച്ചപ്പോ. നിങ്ങക്ക് ഈ തുണി വിരിക്കാൻ വയ്യ. എന്തേ വയ്യാത്ത? അത് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. എന്നാ തുണി ഇവിടെ തന്നെ ഇരിക്കത്തേ ഉള്ളൂ. ഞാൻ വിരിക്കത്തില്ല. ഞാൻ വിരിക്കത്തില്ല, ഇവിടെ തന്നെ ഇരിക്കത്തേ ഉള്ളൂ. ഞാനും വിരിക്കൂല. കണ്ടാ, അതിൽ മൊത്തം മണ്ണായി. നോക്കിക്കോ, ഇത് ഇവിടെ തന്നെ കിടക്കത്തേ ഉള്ളൂ. എന്റെ കൈ വരൂല ഇത് വിരിക്കാൻ വേണ്ടിട്ട്. എന്റെ കൈ വരൂലടി. പിന്നെ ഒന്നുകൂടെ തട്ടേക്കാം. എല്ലായിടത്തും തോറ്റ് കൊടുക്കണേണ് പ്രശ്നം. ഇളം മനസ്സാണെന്ന് കരുതി കൂടുതൽ ആരും കയറി കളിക്കരുത്. പൊട്ടിത്തെറിച്ചാ പിന്നെ പിടിച്ചാ കിട്ടൂല. പക്ഷെ ബാല് പൊട്ടിത്തെറിക്കൂല. അതാണ് ബാലു. അമ്മേ, എന്റെ ഓറഞ്ച് ഫ്രോഗ് കണ്ടായിരുന്നോ? നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ, ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യാൻ തുടങ്ങുമ്പോ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചോദിക്കരുത്. വേണമെങ്കിൽ പോയി നോക്കിയെടുക്ക്. അമ്മയെ ഓഫീസിൽ പോലും പിടികൂടിയെന്ന് തന്നെ തോന്നുന്നേ. പിടികൂടി. എന്തേ പോയി. അമ്മേ, വിശക്കുന്നെങ്കിൽ തന്നെ എടുത്ത് കഴിക്കടാ. എവിടെ ഇരിക്കുന്നേ? എന്റെ തലയില്.
തുണിയൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട്. തുണിയൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെയാണല്ലോ വേണ്ടത്. ഗേറ്റിൻ്റെ അവിടെ ഏതാ ലൈറ്റ് കത്തണില്ല, ശരിയാക്കണമെന്നൊക്കെ പറഞ്ഞില്ലേ? എന്നാൽ പിന്നെ അത് പോയി ശരിയാക്കിക്കൂടെ? നീ കുട്ടികൾ ഭക്ഷണം ചോദിച്ചിട്ട് എടുത്തു കൊടുക്കാറുണ്ട്. അതിന് മറുപടി അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഫയൽ നോട്ടാ എപ്പോൾ തീരും? പിന്നെ പറയാൻ വിട്ടുപോയി, കുറച്ച് നേരത്തെയാണ് കൺഫർമേഷൻ കിട്ടിയത്. ഇന്നലെ മാനേജർ സൂചിപ്പിച്ചിരുന്നു കമ്പനിയുടെ സിൽവർ ജൂബിലി ആഘോഷം വരികയാണ്, ഞാനും പോകണം. പുതിയ പ്രൊജക്റ്റ് അനൗൺസ് ചെയ്യുന്നത് അന്നാ. എന്നാണ് ഈ സിൽവർ ജൂബിലി? മറ്റന്നാൾ. അപ്പോൾ മറ്റന്നേ താമസിച്ചേ വരൂ. ബാലു, 7 ദിവസമാണ് പ്രോഗ്രാം. കമ്പനിയുടെ പുതിയ പ്രോജക്റ്റ് അനൗൺസ് ചെയ്യുന്നതും അന്ന് തന്നെയാണ്. പിന്നെ ഗോവയിലായോണ്ട് എല്ലാവരും ഭയങ്കര ത്രില്ലിലാണ്. ഗോവയിലാ? ആ, ഗോവയിലാണ്. ഞങ്ങൾ ആരൊക്കെയാണ് പോകണമെന്നറിയാമോ? സുഷമയുണ്ട്, നീലിമയുണ്ട്, മഞ്ജു, റാണി, പിന്നെ നമ്മുടെ സുഭാഷും ഉണ്ട്. സുഭാഷ്? ശരി, അന്ന് കാറിൽ കൊണ്ടുവന്ന് ആക്കിയില്ലേ രാത്രി ഇവിടെ. അപ്പം നീ 7 ദിവസം ഗോവയിലുണ്ട്. ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ അവരാ എടുത്തു തരണേ. പിന്നെ സ്റ്റാർ ഹോട്ടലാ ഞങ്ങൾക്ക് അക്കോമഡേഷനൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 7 ദിവസം ഗോവയിൽ നീ പോകുന്നു വേണ്ട? പിന്നെ പോവുകയൊന്നും വേണ്ട. കമ്പനി എല്ലാവർക്കും പ്രമോഷൻ കൊടുക്കാൻ പോവാ. അപ്പോഴാ പോകണ്ടെന്ന് പറയണേ. മിക്കവാറും ഞാനായിരിക്കും ഇപ്രാവശ്യം ബ്രാഞ്ച് മാനേജർ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ശമ്പളം എത്ര ആയിരിക്കും എന്നറിയാമോ? ബാലു, അങ്ങനെയാണെങ്കിൽ എനിക്ക് ശമ്പളം എത്ര ആയിരിക്കും എന്നറിയാമോ? എത്ര? അത് പറയണ്ട, ശരിയാവൂല. ഇത് പ്രൊമോഷനും വേണ്ട, ഗോവയിലും വേണ്ട, ഒരു മണ്ണം കെട്ടിയും വേണ്ട, നീ ഒരിടത്തും പോണ്ട. ഇവിടെ പിള്ളേരെ നോക്കാൻ ആരുമില്ല, എന്നെ കൊണ്ട് പറ്റൂല. ബാലു നോക്കിയാൽ മതി, വെറുതെ ഇരിക്കല്ലേ ഇവിടെ. കുട്ടികളെ നോക്ക്. നീ എന്തോന്ന് ഭാവിച്ചടി നീ പറയണേ? പിള്ളേരെ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് നോക്കാൻ പറ്റുമോ? നീ ചുമ്മാ കളിക്കല്ലേട്ടാ. പോകണമെന്ന് പറഞ്ഞാൽ എനിക്കൊന്നുമില്ല. ജോലിക്ക് പോകണില്ല, എവിടെ പോകണില്ല, എല്ലാവരും ഇവിടെ പട്ടിണി കിടക്ക്. കമ്പനി പ്രൊമോഷൻ, 5 സ്റ്റാർ ഹോട്ടൽ, ഗോവ, പിന്നെ സുഭാഷ്. ഈ ടൂറിനെന്ത്? നമുക്ക് ഭർത്താവ് വേണ്ടേ?